ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ദശരഥ മഹാരാജാവിൻ്റെ അശ്വമേധയാഗവും അതുപോലെ പുത്രകാമേഷ്ടി യാഗവും വളരെ മംഗളകരമായി പരിസമാപിച്ച ആ ഭാഗം വരെയാണ്. അദ്ദേഹത്തിന് യാഗം നടത്തിക്കൊടുത്തത് ആരാണ്? ഋഷ്യശൃംഖനാണ്. കാര്യമൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ അവതാരത്തെ പറ്റിയിട്ടാണ്. അതുപോലെ സഹോദരന്മാരായ ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും ജനനത്തെ പറ്റിയും. വളരെ ഭക്തി നിർഭരമായ അത്യന്തം പുണ്യകരമായ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗം മുഴുവനും കേൾക്കണം. ഹരേ കൃഷ്ണ. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ 3 റാണിമാരും യജ്ഞപായസം ഭക്ഷിച്ചു. അതോടുകൂടി അവർ 3 പേർക്കും കോടി സൂര്യൻ്റെ പ്രഭ ഉണ്ടായി എന്നാണ് രാമായണം പറയുന്നത്. ജരാനര ബാധിച്ചു തുടങ്ങിയിരുന്നു ആ തമ്പുരാട്ടിമാർക്ക്. പക്ഷേ ഈ പായസം കഴിച്ചതോടുകൂടി അവർ വളരെയധികം തേജസ്സുള്ളവരായും യൗവനയുക്തരായും കാണപ്പെട്ടു. അവർ 3 പേരും ഒരേ സമയത്താണ് ഋതുമതിയായതും ഒരേ സമയത്താണ് ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതും. അങ്ങനെ ഏകദേശം 5 മാസം ആയപ്പോഴേക്കും ത്രിലോകങ്ങളിലും ആ വാർത്ത പരന്നു. എന്താണ് ആ വാർത്ത? 3 പേരും ദശരഥ മഹാരാജാവിൻ്റെ 3 റാണിമാരും ഗർഭവതികളായിരിക്കുന്നു. 3 റാണിമാരിൽ കൗസല്യ റാണി നിരന്തരമായി നാരായണമൂർത്തിയെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ശംഖുചക്രഗദാധാരിയായ ചതുർഭുജൻ പുത്രഭാവത്തിൽ മടിയിലിരിക്കുന്നതായിട്ടാണ് കൗസല്യ സ്വപ്നം കാണുന്നത്. എന്നിട്ട് ഭഗവാൻ കൗസല്യയെ അമ്മയെന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കൗസല്യ റാണി നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ മുമ്പേ സേവിച്ചതുകൊണ്ടാണ്, ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അമ്മയുടെ മകനായി പിറക്കുന്നത്. എന്നെ അമ്മ പുത്രനായി കണ്ടു വളർത്തണം. ഇങ്ങനെയൊക്കെ ഭഗവാൻ കൗസല്യയോട് സ്വപ്നത്തിൽ വന്ന് പറയുന്നതായിട്ട് കൗസല്യയ്ക്ക് തോന്നുകയാണ്. കൗസല്യ താൻ കണ്ട ഈ സ്വപ്നങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ തൻ്റെ ഭർത്താവായ ദശരഥനോട് പറഞ്ഞു കേൾപ്പിച്ചു. ദശരഥന് വളരെയധികം സന്തോഷമായി. കാരണം അന്ധകമുനി ഒരു പുത്രനുണ്ടാകുമെന്ന് ദശരഥനോട് പറഞ്ഞിരുന്നു, ശാപത്തിൻ്റെ രൂപേണ. അവിടെ തന്നെ അന്ധകമുനി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നാരായണമൂർത്തിയാണ് പുത്രനായി ജനിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഋഷ്യശൃംഖനും ചില സൂചനകൾ കൊടുത്തിരുന്നു. അതുകൊണ്ട് കൗസല്യയുടെ ഇപ്രകാരമുള്ള സ്വപ്നം കൂടി അറിഞ്ഞപ്പോൾ ദശരഥന് വലിയ വലിയ സന്തോഷമായി. അതിൻ്റെ ഫലമായിട്ട് ധാരാളം ദരിദ്രരായ ബ്രാഹ്മണർക്ക് കണക്കില്ലാത്ത സ്വർണം അദ്ദേഹം ദാനം നൽകി. അങ്ങനെ 10 മാസം പൂർണ്ണമായി. പ്രസവ സമയം അടുത്തു. ദശരഥൻ്റെ ആനന്ദം വർദ്ധിച്ചു. സന്തോഷം നിറഞ്ഞ മനസ്സോടെ ശ്രീപതി ഭൂമിയിൽ അവതരിക്കുന്ന ദിവസത്തിന് വേണ്ടി അവർ എല്ലാവരും കാത്തിരുന്നു. അവർ മാത്രമല്ല, ദേവന്മാർ അക്ഷമരായി ആകാശത്ത് വന്ന് നിരന്നു നിന്നു എന്നാണ് രാമായണം പറയുന്നത്. ശുഭഗ്രഹങ്ങൾ സ്വസ്ഥാനങ്ങളിൽ ഉദിച്ചു. ദിക്കുകളെല്ലാം മംഗള നക്ഷത്രങ്ങളാൽ പ്രകാശിച്ചു. ആദ്യമായി പ്രസവലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് കൗസല്യാദേവിയാണ്. അന്തഃപുരത്തിൽ അവർ കടന്നു. മധുചൈത്രമാസത്തിലെ ശുക്ലനവമി ശുഭമുഹൂർത്തത്തിൽ അങ്ങനെ ലോകനാഥൻ ഭൂമിയിൽ
അവതരിച്ചു. ഹരേ കൃഷ്ണ. കൗസല്യയ്ക്ക് പ്രസവവേദനയില്ല, രക്തസ്രാവമില്ല. കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ, ഇരുട്ടിൽ 1000 തിരികൾ കത്തിച്ചു വെച്ചതുപോലെ ശ്യാമള കോമള ശരീരവുമായി അങ്ങനെ ശ്രീപതി ജനിക്കുകയാണ്. ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, മുട്ടോളമെത്തുന്ന നീണ്ട കൈകൾ, നീലോത്പലം പോലെയുള്ള കണ്ണുകൾ, ചെഞ്ചുണ്ടുകൾ. അങ്ങനെ ഭഗവാനെ വർണ്ണിക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? വെണ്ണ തോൽക്കുന്ന പൂവുടൽ, സിന്ദൂരവർണ്ണമുള്ള കാലുകൾ, താമര പോലെയുള്ള നാഭി. നാസികയെ എന്തിനോടാണ് ഉപമിക്കാൻ സാധിക്കുന്നത്? അത്ര കോമളനായ ഒരു ശിശു. സ്ത്രീകൾ ജയ ജയാരവം മുഴക്കി, കുരവയിട്ടു. മെല്ലെ മെല്ലെ അവർ പൊക്കിൾക്കൊടി മുറിച്ചു. കൗസല്യാദേവിയുടെ തോഴി ആ ശുഭവാർത്ത ദശരഥ മഹാരാജാവിനെ അറിയിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ മേലാകെ പുളകമണിഞ്ഞു. വാർത്ത വന്നു പറഞ്ഞ റാണിക്ക് കൈ നിറയെ സമ്മാനങ്ങൾ നൽകി. സന്തോഷത്തോടുകൂടി കോടിക്കണക്കിന് ദാനങ്ങളാണ് അദ്ദേഹം നൽകിയത്. ഇന്ദ്രൻ ഇന്ദ്രാണിയുടെ അടുത്തേക്കും ചന്ദ്രൻ രോഹിണിയുടെ അടുത്തേക്കും പോകുന്നത് പോലെ ദശരഥ മഹാരാജാവ് മകനെ കാണാനായി കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. നാരായണൻ ഇതാ അമ്മയുടെ മടിയിലിരിക്കുന്നു. ദശരഥൻ മകനെ എടുത്തു. ലക്ഷം ലക്ഷം ചുംബനങ്ങൾ അദ്ദേഹം തൻ്റെ മകന് കൊടുത്തു. ദരിദ്രന് നിധികുംഭം കിട്ടിയതുപോലെ അദ്ദേഹം ആനന്ദിച്ചു. അന്ധന് കാഴ്ച കിട്ടിയതുപോലെയുള്ള സന്തോഷമായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മുഖത്ത് കണ്ടത്. രാമജന്മത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ദശരഥ മഹാരാജാവിന് സന്തോഷത്താൽ കണ്ണു നിറയുമായിരുന്നു. അദ്ദേഹം കോരിത്തരിക്കുമായിരുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീപതി ഭൂമിയിൽ കൗസല്യാദേവിയുടെ പുത്രനായി ജന്മമെടുത്തിരിക്കുകയാണ്. ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. അങ്ങനെ ലോകമംഗളത്തിനായി പ്രഭു നാരായണമൂർത്തി ഭൂമിയിൽ അവതരിച്ചു. ഹരേ കൃഷ്ണ. അതിനുശേഷം കൈകേയിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. കൈകേയിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഭഗവാൻ ആദ്യപുത്രനെ എനിക്ക് നൽകാഞ്ഞത്? ഇങ്ങനെയൊരു ചിന്ത ഈ പ്രസവ വേദന സമയത്തും കൈകേയിയുടെ മനസ്സിൽ ഉണ്ടായി. പ്രഭു നാരായണൻ തന്നെയാണ് കൈകേയിയുടെ ഉദരത്തിലും ഇരിക്കുന്നത്. അവിടെ നാരായണൻ പത്മാസനത്തിലാണ് കൈകേയിയുടെ ഉദരത്തിൽ ഇരുന്നിരുന്നത്. ശുഭമുഹൂർത്തത്തിൽ ഉണ്ണി പിറന്നു. കൗസല്യ റാണിയുടെ മകനെ പോലെ തന്നെ അതേ മൂക്ക്, അതേ ലാവണ്യം, ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മന്ധര ചെന്ന് ദശരഥനോട് പറഞ്ഞു, കൈകേയിയുടെ ഉദരത്തിൽ അങ്ങയുടെ ഉണ്ണി പിറന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ദശരഥന് അത്യധികമായ ആനന്ദം തോന്നുകയും പുത്രമുഖം കാണുന്നതിനായി കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ചെല്ലുകയും ചെയ്തു. പുത്രനെ കണ്ട് അതീവ സന്തോഷത്തോടു കൂടി അദ്ദേഹം ധാരാളം ദാനങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സുമിത്രയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. ഇരട്ടകളായി 2 പുത്രന്മാരാണ് സുമിത്രാദേവിക്ക് ഉണ്ടായത്. ഗൗരവർണ്ണത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ. സ്ത്രീകൾ ജയശബ്ദവും വായ്ക്കുരവകളും മുഴക്കി. ദാസി ചെന്ന് ദശരഥനെ അറിയിച്ചു, അല്ലയോ രാജൻ, സുമിത്രാദേവിയിൽ അവിടുത്തേക്ക് 2 പുത്രന്മാർ പിറന്നിരിക്കുന്നു. ദശരഥന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ആനന്ദത്തിന് അതിരില്ലായിരുന്നു. രാജഭണ്ഡാരത്തിലുള്ളതെല്ലാം
ബ്രാഹ്മണർക്ക് അദ്ദേഹം ദാനം ചെയ്തു. അങ്ങനെ 3 ഗൃഹങ്ങളിലായി 3 അന്തഃപുരങ്ങളിലായി 4 പുത്രന്മാരുടെ തിരുമുഖം ആ വൃദ്ധനായ രാജാവ് കാണുകയാണ്. 3-ാം യാമത്തിൽ ഗണകന്മാരെല്ലാവരും എത്തിച്ചേർന്നു. അവർ ശുഭലഗ്നം ഗണിച്ചറിഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരെല്ലാവരും ശുഭലഗ്നത്തിൽ ജനിച്ചവരാണെന്നും അതിൽ തന്നെ മൂത്തപുത്രൻ നാരായണമൂർത്തിയാണെന്നും ഈ ഗണകന്മാർ ഗണിച്ചറിഞ്ഞു. സൂര്യവംശത്തിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരെക്കാൾ എല്ലാം ശ്രേഷ്ഠനാണ് ഈ പുത്രനെന്ന് ഗണകന്മാർ പറയുകയും ചെയ്തു. അതോടുകൂടി രാജ്യം മുഴുവനും സന്തോഷിച്ചു. മഹർഷിമാർ നൃത്തം ചെയ്തു. സ്വർഗത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും നൃത്തം ചെയ്തു. അയോധ്യ മുഴുവനും സന്തോഷിച്ചു. രാവും പകലും അയോധ്യയിൽ പിന്നീട് ഉത്സവമായിരുന്നു. ദശരഥ മഹാരാജാവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരണം പുത്രനില്ലാതെ വളരെയധികം ദുഃഖം അനുഭവിച്ച രാജാവായിരുന്നു ദശരഥ രാജാവ്. തൻ്റെ വംശം നിലനിർത്തുവാൻ പോലും തനിക്കൊരു ഉണ്ണിയില്ലല്ലോ എന്നു കരുതി വിഷമിച്ച രാജാവ്. ആ രാജാവിനാണ് ഇപ്പോൾ വലിയ നിധികൾ കിട്ടിയിരിക്കുന്നത്. 3 റാണിമാരിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരാണ് ജനിച്ചത്. ഹരേ കൃഷ്ണ. അയോധ്യയിൽ ശ്രീപതി ജനിച്ചപ്പോൾ ലങ്കാപതിക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ലങ്കയിൽ ചില അപശകുനങ്ങൾ കാണാനിടയായി. സിംഹാസനം ഇളകി. രാവണൻ്റെ കിരീടം തറയിൽ വീണു. രാവണൻ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നാലോചിച്ചുകൊണ്ട് അലറുകയാണ്. എന്താണ് അലറിയത്? ഇന്ദ്രജിത്ത് എവിടെ? അമ്പും വില്ലും കൊണ്ടുവരൂ. ആരോ തന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്നൊരു തോന്നൽ രാവണന് ഉണ്ടാവുകയും ഈ ഭൂഗോളത്തെയും വാസുകിയെയും ഞാൻ ഇന്ന് പിച്ചി ചീന്തും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിയോടുകൂടിയാണ് രാവണൻ ഇന്ദ്രജിത്തിനെ വിളിച്ച് അലറിയത്. ഇത് കേട്ടപ്പോൾ ധാർമ്മികനായ വിഭീഷണൻ ഇങ്ങനെ അറിയിച്ചു: നിന്നെ വധിക്കുവാൻ നാരായണൻ ജനിച്ചിട്ടുണ്ട്. അതിന് ഭൂമിയോട് എന്തിനാണ് കോപിക്കുന്നത്? അപ്പോൾ ഒരു അശരീരി കേൾക്കുകയും ചെയ്തു: ദശരഥ ഗൃഹത്തിൽ ചക്രപാണി അവതരിച്ചിരിക്കുന്നു. ഇതു കേട്ട് അസുര രാജാവ് വളരെയധികം ചിന്താകുലനായി. എന്നിട്ട് തൻ്റെ സുഹൃത്തുക്കളായ ശുകനെയും സാരണനെയും വിളിച്ചു. അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ രാവണൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു: എൻ്റെ ശത്രുക്കൾ ഈ ഭൂമിയിൽ എവിടെയോ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് എൻ്റെ ശത്രു ജനിച്ചത് എന്ന് അന്വേഷിച്ചിട്ട് വരണം. ഇങ്ങനെ അവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് രാവണൻ. രാവണൻ്റെ ആജ്ഞ കേട്ട് അവർ 2 പേരും സമുദ്രതീരത്തു ചെന്നു നിന്ന് ആലോചിച്ചു. പരമഭക്തന്മാരാണ് അവർ 2 പേരും. ത്രിഭുവനങ്ങളിലെ എല്ലാ സ്ഥലവും അവർക്കറിയാം. അതുകൊണ്ട് ഈ ശുകൻ സാരണനോട് പറയുകയാണ്: അയോധ്യയിലാണ് നാരായണൻ അവതരിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ശുഭദിനമാണ്. തൃപ്പാദങ്ങൾ കാണുവാനുള്ള ഭാഗ്യം നമുക്കിന്ന് ഉണ്ടാകും. ഇങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ 2 പേരും എവിടേക്ക് പോവുകയാണ്? അയോധ്യയിലേക്ക് പോവുകയാണ്. അന്ന് അയോധ്യ എന്തായിരുന്നു? വൈകുണ്ഠമായിരുന്നു. എല്ലാ ഭവനങ്ങളിലും ദീപങ്ങൾ തെളിയിച്ചു വെച്ചിരുന്നു. അങ്ങനെ 2 പേരും കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാമനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു കൗസല്യ. പരമഭക്തരായ ഈ സഹോദരന്മാർ 2 പേരും നാരായണനെ ചതുർഭുജ രൂപത്തിലാണ് കണ്ടത്. ശംഖുചക്രഗദാപത്മങ്ങളോടെ വനമാലയണിഞ്ഞ് 100 കോടി ബ്രഹ്മന്മാർ സ്തുതിക്കുന്ന ദിവ്യമായ രൂപം. പ്രഭുവിൻ്റെ തിരുമേനിയിൽ അവർ
മൂന്ന് ലോകങ്ങളും കണ്ടു. എല്ലാ പാർഷദന്മാരും ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ട്. സനകൻ, നാരദൻ, ശൗനകൻ, പ്രഹ്ലാദൻ എല്ലാവരും അദ്ദേഹത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു കാഴ്ചയാണ് ഇവർ രണ്ടുപേരും കണ്ടത്. രണ്ടുപേരും ആയിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രഭു, ഞങ്ങൾ രാക്ഷസ കുലത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മഹിമ അറിയുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. ബ്രഹ്മാദികൾ ധ്യാനത്തിൽ കണ്ടു നമിക്കുന്ന തൃപ്പാദങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, മനസ്സ് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഞങ്ങൾക്ക് മരണം വരെ ഭക്തിയുണ്ടാകണം. അങ്ങേക്ക് കോടി നമസ്കാരം. ഇങ്ങനെ അവർ ആ കുഞ്ഞിനെ, പ്രഭുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. ഈ കാര്യങ്ങളൊന്നും രാവണനോട് പറയണ്ട എന്ന് അവർ രണ്ടുപേരും തീരുമാനിച്ചു. അവർ തിരിച്ച് ലങ്കയിൽ എത്തിച്ചേർന്നു. രാവണനോട് പറഞ്ഞു, അങ്ങനെ ഒരു കുഞ്ഞ് എങ്ങും ജനിച്ചിട്ടില്ല. വിഭീഷണൻ അങ്ങയോട് കള്ളം പറഞ്ഞതാണ്. ഞങ്ങൾ ഈ ലോകം മുഴുവനും 3 ലോകങ്ങളിലും തിരഞ്ഞു, എങ്ങും അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടില്ല. വിഭീഷണൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് അങ്ങ് സമാധാനത്തോടു കൂടി ഇരിക്കൂ എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാവണനും സന്തോഷമായി. വിഭീഷണൻ കാര്യമറിയാതെ പറഞ്ഞതാണ്, എനിക്കങ്ങനെ ഒരു ശത്രുവൊന്നുമില്ല. ഇങ്ങനെയൊക്കെ രാവണൻ ചിന്തിച്ചു. ഇവരുടെ ഇപ്രകാരമുള്ള സംഭാഷണങ്ങളെല്ലാം കേട്ട് വിഭീഷണന് സന്തോഷമായി. അദ്ദേഹം ചിരിച്ചു. അതിനുശേഷം രാവണൻ എല്ലാ തീർത്ഥങ്ങളിലെയും ജലം കൊണ്ട്, പുണ്യതീർത്ഥങ്ങളിലെയും ജലം കൊണ്ട് സ്നാനം ചെയ്തു. അതിനുശേഷം ദരിദ്രന്മാർക്കും ദീനന്മാർക്കുമെല്ലാം ധാരാളം സ്വർണം ദാനം ചെയ്യുകയും കണക്കില്ലാത്ത അത്രയും പശുക്കളെ അദ്ദേഹം ദാനം ചെയ്യുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവാൻ ജനിച്ചപ്പോൾ ലങ്കയിലുണ്ടായ സംഭവ വികാസങ്ങൾ. മറ്റു ചില സംഭവ വികാസങ്ങൾ വാനരകുലത്തിലും ആ സമയത്ത് ഉണ്ടായി. നാരായണൻ നരരൂപത്തിൽ ജനിച്ചിരിക്കുകയാണ്. ദേവന്മാർ അതുകൊണ്ട് തന്നെ വാനര രൂപത്തിൽ ജനിച്ചു. ദേവന്മാർ കിട്ടിയ വാനരികളെ, കുരങ്ങച്ചികളെ പുണർന്നു. ഇന്ദ്രൻ പുണർന്ന വാനരിയിൽ നിന്ന് ഇന്ദ്ര തേജസ്സോടുകൂടി ആര് ജനിക്കുകയാണ്? ബാലി ജനിക്കുകയാണ്. സൂര്യൻ പുണർന്നപ്പോൾ അവളിൽ സൂര്യ തേജസ്സോടുകൂടി ആരുണ്ടായി? സുഗ്രീവൻ ഉണ്ടായി. ഇരുവരും കിഷ്കിന്ധയിലെ ഫലമൂലങ്ങൾ തിന്ന് വളർന്നു. ബാലിയുടെ പുത്രൻ അംഗദൻ. ബ്രഹ്മാവിൽ നിന്നും ജാമ്പവാനും വായുവിൽ നിന്ന് ഹനുമാനും ഉണ്ടാകുന്നു. വരുണന്റെ പുത്രൻ ഹേമകൂടൻ. യമന് വാനരപുത്രന്മാർ 5. ശിവനിൽ നിന്നുണ്ടായ വാനരൻ കേസരി. അഗ്നിക്ക് ജനിച്ച പുത്രൻ സേനാപതി നീലൻ. കുബേരപുത്രൻ പ്രമാധി. ധന്വന്തരി പുത്രൻ സുശേഷണൻ. ധന്വന്തരി തൻ്റെ പുത്രനായ സുശേഷണന് സർപ്പവിദ്യയും വൈദ്യവും പകർന്നു നൽകി. സുശേഷണന് പുത്രന്മാരായി മഹേന്ദ്രനും ദേവേന്ദ്രനും ജനിച്ചു. ചന്ദ്രപുത്രൻ ദതിമുഖൻ. എന്തിനധികം, ഒരു ദേവനിൽ നിന്നും ഒരു വാനരൻ വാനരകുലത്തിൽ ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ പ്രഭു നാരായണനെ ഭൂമിയിൽ സഹായിക്കാനായി പല രൂപങ്ങളിൽ ദേവന്മാർ അവതരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ദശരഥപുത്രന്മാരുടെ അന്നപ്രാശനം വരികയാണ്. 4 ദിവസം കൊണ്ട് 4 കുഞ്ഞുങ്ങളുടെയും അന്നപ്രാശനം കഴിഞ്ഞു. 5-ാം ദിവസം പഞ്ചമി പൂജയും
6-ാം ദിവസം ഷഷ്ഠി പൂജയും 8-ാം ദിവസം അഷ്ടാഹവും ആചരിച്ചു. കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം ചാർത്തി പൊന്നു കൊടുത്തു. 13-ാം ദിവസം വാലായ്മ കഴിഞ്ഞു. ദാനധർമ്മങ്ങൾ ധാരാളമായി ദശരഥൻ ചെയ്തു. 4 പേർക്കും 6 വയസ്സായി. 6 വയസ്സായപ്പോഴാണ് ചോറൂണ് നടത്തുന്നത്. ആദ്യത്തെ ചടങ്ങ് അന്നപ്രാശനമാണ്. അവിടെ പൊന്നാണ് അരച്ചു കൊടുക്കുന്നത്. പിന്നീട് 6 വയസ്സായപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ചോറ് കൊടുക്കുന്നത്. ചോറൂണ് വലിയ കേമമായി തന്നെ നടത്തി. അയോധ്യയിൽ എല്ലാ രാജാക്കന്മാരെയും വിളിച്ചു വരുത്തി. വസിഷ്ഠമുനി വലിയ ആനന്ദത്തോടു കൂടി വന്ന് ക്രിയകളെല്ലാം നടത്തിച്ചു. ദശരഥൻ 4 പേരെയും മടിയിലിരുത്തി 4 പേർക്കും മധുരാന്നവും ജലവും നൽകി. 4 കുഞ്ഞുങ്ങളും എല്ലാവരുടെയും കണ്ണും മനവും നിറച്ചു. വന്നവരെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങളും നൽകി. നിറഞ്ഞ മനസ്സോടെ രാജധാനിയിലെത്തി എല്ലാവരും ആലോചിക്കുകയാണ്, ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ ഉണ്ണികൾക്ക് എന്തു പേര് നൽകും? കുലഗുരുവായ വസിഷ്ഠനാണ് കുഞ്ഞുങ്ങൾക്ക് പേര് നൽകാനുള്ള ചുമതല ലഭിച്ചത്. അദ്ദേഹം കൗസല്യയുടെ പുത്രന് രാമൻ എന്ന് പേരു നൽകി. ഭൂമിയുടെ ഭാരം സഹിക്കേണ്ടി വരുന്നവന് അദ്ദേഹം ഭരതൻ എന്ന് പേരിട്ടു. സുമിത്രയിൽ ഇരട്ട പിറന്നതിനാൽ മൂത്തയാൾ ലക്ഷ്മണനും ഇളയാൾ ശത്രുഘ്നനും ആയി. അങ്ങനെ 4 പുത്രന്മാരുടെയും പേരുകൾ ശ്രവിച്ച ദശരഥ മഹാരാജാവ് വീണ്ടും വീണ്ടും ദാനങ്ങൾ നൽകി. 1000കണക്കിന് കറവ പശുക്കളെയാണ് അദ്ദേഹം ദാനം നൽകിയത്. വസിഷ്ഠന് ധാരാളം സമ്മാനങ്ങൾ നൽകി പൂജിച്ച് ആദരിച്ച് വസിഷ്ഠനെ യാത്ര അയക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് അയോധ്യയിൽ ഉണ്ണികൾ പിറന്ന വിശേഷം. അങ്ങനെ ലോകത്തിനു മംഗളം ചെയ്യുവാനായി ശ്രീപതി 4 കുമാരന്മാരായി ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ ജനനവും അതിനുശേഷമുള്ള ചടങ്ങുകളെ പറ്റിയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ലങ്കയിലും വാനരകുലത്തിലുമുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.